നോക്കിയപ്പോൾ പിടിക്കാൻ ചാടിയതാ, തല ആനക്കൊമ്പിൽ ഇടിച്ചു. ഭാഗ്യം, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ആനയേക്കാൾ വലുത് എന്തോന്ന് വരാൻ. തല ഇടിച്ചതിന് ശേഷം ഒരു കുഴപ്പം, രുചിയും മണവും തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുയലിനെ വായിലിട്ട് ചവച്ചാൽ പഞ്ഞി ചവയ്ക്കുന്നത് പോലെയാ. അയ്യോടാ കഷ്ടം. ഇറച്ചി പച്ചയ്ക്ക് നിന്നാൽ മരക്കഷ്ണം തിന്നുന്നത് പോലെ, വേവിച്ചത് നിന്നാൽ കളിമണ്ണ് ചവയ്ക്കുന്നത് പോലെ. അരച്ച ജ്യൂസ് പോലെ കഴിച്ചു നോക്ക് ചേട്ടാ. അതും നോക്കി അന്നേരം മരപ്പശ വായിലൊഴിച്ചതുപോലെ. ഇവനൊക്കെ അങ്ങനെ തന്നെ വരണം. നിങ്ങളൊരു കാര്യം ചെയ്യ, ആ മൂങ്ങാവൈദ്യരെ വിളിച്ചോണ്ട് വാ. ദേ വരുന്നു പണി. 2.5 എലിയുടെ ഇറച്ചി പോത്ത് കുളിച്ച വെള്ളത്തിൽ അരച്ചു ചേർത്ത് ഒരാഴ്ച കഴിക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ മരുന്ന് നിർത്താവൂ. മരുന്ന് ഞാൻ കൊണ്ടുവരണോ? വേണ്ട, ഇവന്മാര് ശരിയാക്കിക്കോളും. ചേട്ടാ, എലി ഇഷ്ടം പോലെ ആ മാളത്തിലുണ്ട്, ആവശ്യത്തിന് പിടിച്ചോ. ചേട്ടാ, മരുന്ന് റെഡി. എലിയിറച്ചിക്ക് പകരം മരപ്പശ ചേർത്താ കൊടുത്തത്, മണ്ടൻ അറിഞ്ഞില്ല. ഇറച്ചി അരച്ചതും മരപ്പശയും മൂപ്പർക്ക് ഒരുപോലെയല്ലേ. മരുന്ന് ഇനിയും വേണം, ദിവസം ശല്യം. ഇറച്ചിക്ക് പകരം മരപ്പശ, ഹമ്പടാ, പറ്റിക്കാൻ നോക്കുന്നു. ചതിച്ചോ? ഒറ്റ ദിവസത്തെ മരുന്ന് കൊണ്ട് രുചി തിരിച്ചു കിട്ടി. മരുന്ന്. ഇന്നലെ ആ ആന പിന്നെയും വന്നടോ. തല രണ്ടാമത് ആനക്കൊമ്പിൽ ഇടിച്ചപ്പോഴാ രുചി തിരിച്ചു കിട്ടിയത്.